അതാണല്ലോ ഒരു കുടുംബം. എല്ലാവരെയും ചേർത്തിട്ടുള്ള ഒരു പാക്കേജാണ്. അല്ലാണ്ട് ഇത് യൂത്തിന്റെ സിനിമയാണ്, അല്ലെങ്കിൽ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള, അങ്ങനെയല്ല. ഇതൊരു പാക്കേജാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂത്തിന്റെ സിനിമയല്ലേ? കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് 20 അല്ലെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സിനുള്ളിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ റീലിനും അതുപോലെ അവനവന്റെ ലൈഫിലെ ഓരോ പേഴ്സണൽ മൊമെന്റ്സും പബ്ലിക്കിനോട്, ഒരു സൊസൈറ്റിയോട്, ഒരു ലോകത്തിന് മുമ്പിൽ ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത് ചെറുപ്പക്കാർ തന്നെയാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പൊ അതിലെ ഒരു കഥാപാത്രത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരാളെയാണ് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വേഷമാണ് റാണി ചെയ്തത്. റാണി ചെയ്ത ആ വേഷം ഇത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് പേരെ നമ്മളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അന്യമല്ല. കഥാപാത്രം ഈ സിനിമയിലെ മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് അന്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ചത് പ്രേക്ഷകര്. ആ പ്രേക്ഷകരോട് തീരാത്ത നന്ദിയും കടപ്പാടും അറിയിക്കുന്നു, എന്റെയും എന്റെ കുടുംബത്തിന്റെയും. ദിലീപേട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലാവട്ടെ, രാമലീലയിലാവട്ടെ, അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകളും ദിലീപ് എന്ന വ്യക്തി സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ, അതോ ദിലീപ് എന്ന വ്യക്തി അത് ബോധപൂർവം ആ സമൂഹമായിട്ട് സംവദിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഡയലോഗുകളാണ്? അതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ വരുന്ന ഡയലോഗ് ഡെലിവറി ഒരിക്കലുമല്ല. രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഫുൾ ഷൂട്ടിംഗ് തീർന്ന് ഫുൾ ഡബിങ് തീർന്ന സിനിമ. അതിനുശേഷമാണ് നിങ്ങൾ കണ്ടത് എൻ്റെ ജീവിതത്തിലുണ്ടായ വിഷയങ്ങൾ. പക്ഷെ സിനിമയും റീലിലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദൃശ്ചികമാണ്. അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്ക് ഉണ്ടായത് ഇതിൽ ഏതാണ് റിയൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് ചില അങ്ങനെ സംഭവിക്കുന്ന. ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ കഥാപാത്രം എന്തു പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത്. അല്ലാണ്ട് മനഃപൂർവ്വം അത് എൻ്റെ ഈ റൈറ്റേഴ്സും സമ്മതിക്കൂല. ഞാൻ വന്നിട്ട് ഇതുകൂടി കേട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുളച്ചു നിൽക്കുന്ന തന്നെയാണ്. അതിന് ഫീൽ ഉണ്ടാവില്ല. അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രസിന്റെ മുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെ കുറിച്ചല്ലാത്ത ഒരു വിഷയം. കാരണം എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല, ഇന്ന സംസാരം. പക്ഷെ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും. ആ ദിവസത്തിനെ നമുക്ക് കാത്തിരിക്കാം. അല്ല, സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല. സിനിമയിലൂടെ പറയുന്നത് എൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ.